ഹലോ, നമസ്കാരം. എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഫീലിംഗാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. സർക്കിട്ട് എനിക്ക് ഈ സിനിമ കഴിഞ്ഞപ്പോഴേ കഴിയണ്ടെന്നൊക്കെ തോന്നി. കുറച്ചും കൂടി ഒന്ന് കാണിക്കുക, ഞാൻ കാണാമെന്നുള്ളൊരു മൂഡിലായിരുന്നു ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സീരിയസ്ലി ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സൗന്ദര്യമുള്ളൊരു സിനിമ. നിങ്ങൾ ഈ ഒരു സിനിമ പറ്റിയ താല്പര്യം ഉണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, മിസ്സാക്കരുത്. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിട്ട് ഈ ഒരു സിനിമ കാണാൻ വേണ്ടി ശ്രമിക്കുക, മിസ്സാക്കരുത്. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് ഭയങ്കരമായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് മാത്രം ഡിമാൻഡ് ചെയ്യുന്നൊരു കൈൻഡ് ഓഫ് സിനിമ അങ്ങനെയൊന്നും അല്ല. യെസ്, ഓഫ് കോഴ്സ് എനിക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയത്. ബട്ട് ഇതിപ്പോൾ നിങ്ങൾ OTT കണ്ടാലും നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സിനിമയാണ്, നൈസായിട്ടുള്ളൊരു സിനിമയാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ. ചില സിനിമകളുണ്ട്, ആ സിനിമകളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു സിനിമയായിട്ടാണ് ഈ ഒരു സിനിമയും ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഡിസേർവ് ചെയ്യുന്നൊരു സക്സസ് ഉണ്ട്. ആ സക്സസ് ഈ സിനിമയ്ക്കും കിട്ടണമെന്ന് ആസ് എ പ്രേക്ഷകൻ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളിത് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നല്ലൊരു സിനിമ. എനിക്ക് തോന്നുന്നത് എല്ലാ ടൈപ്പിലുള്ള ഓഡിയൻസിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല. ഈ ഒരു സിനിമ കഴിഞ്ഞപ്പോൾ ആ എന്തെങ്കിലും ഒരു സീന് കണ്ടപ്പോൾ തന്നെ ഞാൻ കണ്ണു നിറഞ്ഞിട്ടാണ് ഇറങ്ങി വന്നത്. കാരണം എന്തൊക്കെയൊക്കെയോ ഒരു ഇമോഷൻ അതിലങ്ങോട്ട് കണക്റ്റ് ആവുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഹുക്കാവുക എന്ന് നമ്മൾ പറയത്തില്ലേ. അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ലൈഫുള്ളൊരു സിനിമ. കണ്ടു നോക്ക്. ഈ ലെവൽ ക്രോസ് എന്ന് പറഞ്ഞൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ, തിയേറ്ററൊന്നും പോയിട്ട് കാണാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ OTT വന്നിട്ട് അതൊന്നും നിങ്ങൾ കണ്ടു നോക്ക്. എന്തൊരു നല്ല സിനിമയത്, ഗംഭീര സിനിമയായിരുന്നു. ആസിഫ് അലിയുടെ ആക്ടിങ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഗംഭീരമായിരുന്നു. അത് പക്ഷേ തിയേറ്ററിൽ ഫ്ലോപ്പായി പോയി. അത് ഫ്ലോപ്പ് ആവേണ്ടൊരു സിനിമയായിരുന്നില്ല എല്ലാ രീതിയിലും. അത് ആസിഫ് അലിയുടെ ആക്ടിങ് ആണെങ്കിലും ഗംഭീരം, അത് എടുത്തു വെച്ചിരിക്കുന്ന സംഭവമാണെന്നുണ്ടെങ്കിലും ഗംഭീര ഒരു എക്സ്പീരിയൻസ് വന്നൊരു സിനിമയത്. അത് പൊട്ടിപ്പോയി. അത് കാണാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ OTT വന്നിട്ട് അതിലെങ്കിലും നിങ്ങളൊന്ന് കണ്ടു നോക്കി. സക്സസ് ആവണം. ഈ ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഡിസേർവ് ചെയ്യുന്നൊരു സക്സസ് ഉണ്ട്. അത് കിട്ടണം. കോണ്ടന്റ് വൈസ് ആണെന്നുണ്ടെങ്കിലും എന്ത് എന്തൊരു സിനിമയത്. സർക്കിട്ട് ഞാൻ ആസിഫ് അലിയിൽ നിന്ന് തുടങ്ങാം. ആസിഫ് അലിയുടെ ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറാണ്. ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ടുമുണ്ട്. ഒരുപാട് ആളുകൾക്കത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരുപാട് ആളുകൾ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ജോലി ഇൻ്റർവ്യൂവിന് പോവുക, കിട്ടാതിരിക്കുക, അതിൻ്റെ ടെൻഷൻ, ജോലിയില്ലായ്മ, അത് തന്നെ സംഭവം. ഇതിൻ്റെ അകത്തൊരു സീനുണ്ട്. പുള്ളി ഒരു ഹോട്ടലിലേക്ക് പോകുന്നൊരു സീനാണ്. പുള്ളി ഒരു ചായ ഉപയോഗിക്കും. അപ്പോൾ അവിടെ കടയിലുള്ള പുള്ളിക്കാരൻ ചോറെടുത്ത് കൊടുക്കും. എന്നിട്ടൊരു ഡയലോഗ് ഉണ്ട്, ഇവിടെ കയറി വരുന്നവരുടെ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അവൻ എന്താണ് വിളമ്പേണ്ടത് എന്ന് പറയുന്നൊരു സീനുണ്ട്. അത് കണ്ണ് നിറഞ്ഞു പോയി. സീരിയസ്ലി എനിക്ക് അനുഭവമുള്ളൊരു കാര്യമൊന്നുമല്ല അത്. പക്ഷെ എന്നാലും അത് കണ്ടപ്പോൾ മനുഷ്യരല്ലേ, ലൈഫല്ലേ, ആ ഒരു സീൻ വന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് കണ്ണ് നിറഞ്ഞു പോയി. ആ സമയത്ത് ആസിഫ് അലിയുടെ റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഗംഭീരമായിരുന്നു. നമുക്ക് തോന്നും, നമുക്ക് അയാളുടെ അവസ്ഥ ഫീൽ ചെയ്യും ഭയങ്കരമായിട്ട്. അങ്ങനത്തെ സീനുകൾ നിങ്ങൾ കണ്ടു നോക്ക്. അത് ഗംഭീര ക്യാരക്ടറാണ്. അത് പുള്ളി നല്ല ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ വല്ലാത്തൊരു ഇമോഷണൽ സിറ്റുവേഷനിലാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് പുള്ളി നല്ല രീതിയിൽ തന്നെ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. അതൊരു സൈഡിൽ കൂടെ ആസിഫ് അലിയുടെ ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട്. ഇപ്പുറത്ത് മറ്റേ ദീപക് പരമ്പോൾ പിന്നെ ദിവ്യ പ്രഭ, രണ്ടുപേരും നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ. ദീപക് പരമ്പോളിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ പുള്ളി നല്ലൊരു ആക്ടറാണ്, നല്ലൊരു കിട്ടിലിന് ആക്ടറാണ്. പുള്ളിനെയൊക്കെ നല്ല രീതിയിൽ ഇനിയും യൂസ് ചെയ്യണം. പുള്ളി നല്ലൊരു നടൻ, നിങ്ങൾ എഴുതി വെച്ചോ, നല്ലൊരു നടനായിട്ട് പുള്ളി ഫ്യൂച്ചറിൽ വരും. ഇതിനകത്ത് ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഇതിൽ ആസിഫ് അലിയുടെ ഒരു സൈഡിൽ കൂടെ നടക്കുമ്പോൾ ഇപ്പുറത്ത് ഇവരുടെ ലൈഫും പോയിക്കൊണ്ടിരിക്കുക. അതായത് ദീപക് പരമ്പോൾ, എന്താണ് പറയുക, ദിവ്യപ്രഭ ഒരു കുട്ടി, അവർക്ക് അവരുടേതായിട്ടുള്ള ചില ടെൻഷൻസ്, പ്രശ്നങ്ങൾ, പ്രഷറും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. ആ സമയത്തുണ്ടാകുന്ന ദീപക് പരമ്പോളിൻ്റെ ഒരു സിറ്റുവേഷനായിട്ടുള്ള ചില അഭിനയ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് മനസ്സിലാവും. ആ ഒരു ബുദ്ധിമുട്ടും പ്രയാസം നമുക്കൊക്കെ ആക്ച്വലി മനസ്സിലാവും.
പിന്നെ ആ കുട്ടിയുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ആ പയ്യൻ്റെ പേര് എനിക്കറിയില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. അടിപൊളി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പയ്യൻ, അത് നന്നായി ചെയ്തിട്ടുണ്ട്. ആ പയ്യന് ADHD എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ആക്ച്വലി ഉണ്ട്. അപ്പോൾ ഭയങ്കര റെസ്ലെസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുട്ടികളെ നോക്കുന്ന പാരൻസിന് മേ ബി ഇത് കാണുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവുമെന്ന് തോന്നുന്നുണ്ട്. അവരെ ഒന്ന് ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യം അത് ഇതിൻ്റെ അകത്ത് നന്നായിട്ട് കാണിച്ചു തന്നിട്ടുമുണ്ട് അവർ. അത് നല്ല ഇതായിരുന്നു. പയ്യന് നന്നായി ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ദിവ്യപ്രഭയാണെങ്കിലും ദീപക് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും ഈ സിറ്റുവേഷൻസിലുണ്ടാവുന്ന അവരുടെ ആക്ടിങ് ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെർഫോമൻസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ അലക്സാണ്ടർ എന്നാണ് തോന്നുന്നത് പുള്ളിയുടെ പേര്. അലക്സാണ്ടർ അല്ലേ, പുള്ളി നല്ല ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇതിൻ്റെ അകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു മീനിങ് ആക്ച്വലി ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ്. പിന്നെ മറ്റേ ചങ്ങായിയുടെ പേര് പണ്ടാരം എനിക്ക് പേര് കിട്ടില്ലടോ പെട്ടെന്ന്, അതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം. മറ്റേ തല്ലുമാലയിലൊക്കെ ഉള്ളൊരു ചങ്ങായി ഉണ്ട്, മറ്റേ ആസിഫയുടെ ഫ്രണ്ടായിട്ട് വരുന്നത്. നല്ലൊരു ക്യാരക്ടറായിരുന്നു അത്. ആ ക്യാരക്ടറിനും ഒരു മീനിങ് ഉണ്ട്, മനസ്സിലായ? ഫ്രണ്ട്, അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അത്ര നല്ലൊരു സിനിമ. സർക്കിട്ട്, ആസിഫ് അലി, യു മാൻ, പൊളി, അടിപൊളി. നിങ്ങളുടെ ഗ്രോത്തിൽ ഭയങ്കര സന്തോഷം. ഇപ്പോൾ ഹാട്രിക്കായില്ലേ, എല്ലാവരും ഹിറ്റ്. രേഖാചിത്രം, അതേപോലെ കിഷ്കിന്ധാകാന്ഡം, ഇപ്പോൾ ഇത് സർക്കിട്ട്, ലെവൽ ക്രോസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഗംഭീര സിനിമയാണ്. പിന്നെ അമീഗോസ് അത് തന്നെ, അഡിയോസ് അമീഗോസ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആസിഫ് അലിയുടെ ലാസ്റ്റ് ഇറങ്ങിയ എല്ലാ സിനിമകളും നല്ല സിനിമകളാണ്, നല്ല ഗംഭീര സിനിമകളാണ്. വ്യത്യസ്തമായ വേഷങ്ങളാണ് ആസിഫ് അലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഇതെങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുന്നതിൽ സന്തോഷം. നല്ല സിനിമയുടെ ഭാഗമാവുന്നു, അതിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത്. നല്ല സിനിമയുടെ, നല്ല കോണ്ടൻ്റുള്ള സിനിമയുടെ ഭാഗമാവുന്നു എന്നുള്ളതാണ് ഭയങ്കര സന്തോഷം. കാരണം ആസിഫ് അലിക്ക് ഒരു ടൈം ഉണ്ടായിരുന്നു, മോശാവസ്ഥ, മര്യാദയ്ക്ക് ഒരു സിനിമ തിരഞ്ഞെടുക്കാൻ അറിയില്ല, പടങ്ങൾ പൊട്ടുക, ആള് കയറി കാണാനില്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ട് ആസിഫ് അലിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ മാറി ആസിഫ് അലി പടം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കാരണം വിശ്വാസം വന്നു, കഴിഞ്ഞ സിനിമകളൊക്കെ നല്ല നല്ല സിനിമകളായിരുന്നല്ലോ. അപ്പോൾ ആസിഫ് അലി പടമല്ലേ എന്ന് ആൾക്കാർ പറയാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു സിനിമയിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിസൾട്ട് കണ്ടിട്ടുണ്ട്. കിടിലൻ സിനിമ, ഞാൻ വീണ്ടും പറയുന്നു, കിടിലൻ സിനിമ. സിനിമയുടെ അവസാനമൊക്കെ ഞാൻ വീണ്ടും പറയാണ്, കണ്ണാറന്നിട്ടാണ് ഇറങ്ങി വന്നത്. അങ്ങനെ ഒരു ഫീൽ എനിക്ക് കിട്ടി. മനസ്സൊക്കെ നിറയുക നമ്മൾ പറയില്ലേ, ഞാൻ വെറുതെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ലോ. ഞാൻ 153 രൂപ എങ്ങാണ്ടാണ് കൊടുത്തത്. എനിക്ക് ലാഭം നഷ്ടം, ഞാൻ എപ്പോഴും സംസാരിക്കാറില്ല ലാഭനഷ്ടത്തെക്കുറിച്ചിട്ട്, പ്രത്യേകിച്ച് സിനിമ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത്. ഈ ഒരു സിനിമയെക്കുറിച്ചിട്ട് ഞാൻ പറയുമ്പോഴും ഞാൻ ടിക്കറ്റിൻ്റെ ലാഭനഷ്ടത്തെക്കുറിച്ച് പറയുന്നില്ല. ബട്ട് എനിക്കിത് തീരണ്ടാതെ തോന്നി, ഈ സിനിമ തീരണ്ടാതെ തോന്നി. ഈ സിനിമയുടെ ഡയറക്ടർ അയാളുടെ ഒരു കഴിവ് വെച്ചിട്ട് അയാൾക്ക് ഇനിയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ സിനിമ നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തമറോ അയ്യോ എന്താ ഫുൾ പേര്, തമറോ എനിക്ക് ആ പേര് പ്രൊണൗൺസ് ചെയ്യാൻ പെട്ടെന്ന് കിട്ടുന്നില്ല. അടിപൊളി മുത്തേ, നല്ലൊരു സിനിമ, പൊളി, ഇത്ര പറയാനുള്ളൂ.